അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, വ്യക്തമായ ക്ലിയറായ വേദഗ്രന്ഥത്തിലെ വചനമാണിത് എന്ന് ആ ഖുർആനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും സ്വന്തക്കാരുണ്ടാവും അല്ലേ? അള്ളാഹു അഹ്ലുല്ലാ, അള്ളാഹിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞത് ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോഴേ അവരാരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഖുർആനിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു. ഖുർആന്റെ ആൾക്കാരാണ് അള്ളാഹിന്റെ ആൾക്കാർ. ഖുർആനോട് എപ്പോഴൊരു ബന്ധം ഖുർആനായിട്ട് ഉണ്ടാവണം എന്നുള്ള അങ്ങനെയുള്ള ബന്ധമുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരും ഖാസായ പ്രത്യേകമായ ആളുകളും അവരാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുമെന്നാണ് പറഞ്ഞത്.